പിടിയാന മതിയിലാണെന്നും അത് ലൈംഗിക വേഴ്ചയ്ക്ക് തയ്യാറാണെന്നും ബോധ്യമാകുന്നതോടുകൂടി മറ്റു തരത്തിലുള്ള രാസക്രീഡകൾ പ്രകടിപ്പിച്ചു തുടങ്ങുന്നു. തുമ്പിക്കൈകൾ രണ്ടും കെട്ടുപിണച്ച് അന്യോന്യം കവിൾത്തടവും താടിയും കൂട്ടിയുരുമുകയും മൃദുവായി പരസ്പരം കടിക്കുകയും ചെയ്യുന്നു. കൊമ്പൻ വീണ്ടും യോനിയിലേക്ക് തുമ്പിക്കൈ കടത്തി ഘ്രാണിക്കുന്ന പ്രക്രിയ ആവർത്തിക്കുന്നു. ഈ സമയം പിടിയാന കണയിൽ തുമ്പിക്കൈ സ്പർശിച്ച് തലോടുന്നു. ഇത്തരത്തിലുള്ള രതിക്രീഡയിലൂടെ വികാരമൂർച്ചയുടെ പാരമ്യത്തിൽ എത്തിച്ചേരുന്ന ജോഡികൾ സംഭോഗത്തിനായി ഒരുങ്ങുകയായി. പിടിയാന ചെവികൾ രണ്ടും വട്ടം പിടിച്ച് അമരം രണ്ടും അകത്തി അനങ്ങാതെ നിൽക്കുന്നു. ഈ നില ചിലപ്പോൾ ദീർഘിക്കാറുണ്ട്. ഇണചേരൽ പ്രക്രിയയുടെ അടുത്ത ഘട്ടം കൊമ്പൻ തുമ്പിക്കൈയും കൊമ്പുകളും കീഴ്ത്താടിയും പിടിയുടെ കൂട്ടലിന്റെ പുറത്ത് അമർത്തിവെച്ച് അതിന്റെ ചലനത്തെ നിയന്ത്രിക്കുന്നതാണ്. ആനകളുടെ രതിക്രീഡയ്ക്കും സംഭോഗത്തിനും കൂടി മൊത്തം 1-2 മണിക്കൂറുകൾ എടുക്കാറുണ്ട്. ആദ്യത്തെ സംഭോഗത്തെ തുടർന്ന് കൊമ്പൻ 1/4 മണിക്കൂറിന് ശേഷം രണ്ടാമതും വേഴ്ച നടത്താറുണ്ട്. ഇത്തരത്തിൽ ഒരു ദിവസം 4-5 പ്രാവശ്യം സംഭോഗം നടത്തുക സാധാരണമാണ്. 3-4 ദിവസം ഇത് ആവർത്തിക്കാറുണ്ട്. കാട്ടാനപ്പറ്റങ്ങളിൽ പ്രായം ചെന്ന കൊമ്പനായിരിക്കും രതിക്രീഡയ്ക്കും തുടർന്നുള്ള സംഭോഗത്തിനും ആധിപത്യം സ്ഥാപിക്കുക. ഇളം തലമുറക്കാർ ലൈംഗിക വേഴ്ചയ്ക്ക് വേണ്ടി തുനിഞ്ഞാൽ അവരെ കുത്തിയോടിക്കുകയും സാധാരണമാണ്. ചിലപ്പോൾ കാമിനിക്ക് വേണ്ടി ദിവസങ്ങളോളം നീണ്ടു നിൽക്കുന്ന മല്ലയുദ്ധം തന്നെ നടക്കാറുണ്ടത്രേ. ഏതെങ്കിലും ഒന്ന് പിന്തിരിഞ്ഞ് ഓടുകയോ ചാവുകയോ ആയിരിക്കും അവസാന ഫലം. ലൈംഗിക പ്രവർത്തനത്തിന്റെ അവസാന ഘട്ടത്തിൽ കൊമ്പൻ നട രണ്ടും പൊന്തിച്ച് പിടിയുടെ നട്ടെല്ലിന്റെ 2 വശങ്ങളിലായി അമർത്തി അമരങ്ങളിൽ ബലം കൊടുത്ത് ചെരിഞ്ഞു നിൽക്കുന്നു. വിജൃംഭിതമായ കണയുടെ അറ്റം മേൽപോട്ട് ഒരു പത്തി പോലെ വളച്ച് യോനിസ്ഥാനം തപ്പി പിടിയുടെ കാലുകൾക്കിടയിൽ അടിക്കുന്നു. കണയുടെ അഗ്രഭാഗം യോനിക്കുള്ളിൽ കടക്കുന്നതിന് കുറച്ചു നേരത്തെ അധ്വാനം സാധാരണ വേണ്ടിവരും. യോനിക്കുള്ളിൽ പ്രവേശിച്ചു കഴിഞ്ഞാൽ ഉടനെ തന്നെ കണയുടെ അഗ്രം മേൽപോട്ട് വളഞ്ഞ് ഒരു കൊളുത്തുപോലെ ആയിത്തീരുകയും അതുകൊണ്ട്
യോനിദ്വാരം കുറെ കൂടി പിന്നോട്ട് വലിക്കുകയും ചെയ്യുന്നു. ഏതാണ്ട് പൂർണ്ണമായി പ്രവേശിച്ചു കഴിഞ്ഞാൽ ചുരുങ്ങിയ സെക്കൻഡുകൾക്കുള്ളിൽ തന്നെ സ്ഖലനം സംഭവിക്കുന്നു. ഈ സമയത്ത് കണയുടെ പിൻഭാഗത്തെ പേശികൾ നേരിയ തോതിൽ ചലിക്കുകയും ഒരു പ്രാവശ്യത്തെ സ്ഖലനത്തിലൂടെ 50 മുതൽ 100 മില്ലി ലിറ്റർ വരെ ശുക്ലം വിസർജിക്കപ്പെടുകയും ചെയ്യുന്നു. സംഭോഗത്തിന് ശേഷം നടകൾ രണ്ടും പുറത്തുനിന്നിറക്കി പിടിയുടെ അടുത്ത് തന്നെ ശൃംഗാര ചേഷ്ടകൾ പ്രകടിപ്പിച്ചുകൊണ്ട് കൊമ്പൻ നിൽക്കുന്നു. ഏതാണ്ട് 1-2 മണിക്കൂറുകൾ ദീർഘിക്കുന്ന ഗജകാമവും ചേഷ്ടകളും തുടർന്നുള്ള ഇണചേരലിനും ഇതോടെ പരിസമാപ്തിയാകുന്നു.